യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ പലതരത്തിലുള്ള അക്രമമാർഗങ്ങൾ അതാത് രാജ്യങ്ങൾ പ്രയോഗിക്കാറുണ്ട്. അത്തരത്തിൽ വവ്വാലുകളെ ഉപയോഗിച്ച് നടത്തിയ ഒരു യുദ്ധത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ആണ് രണ്ടാം ലോകയുദ്ധം ആരംഭിക്കുന്നത്. ആ യുദ്ധം 1945 വരെ നീണ്ടുനിന്നു. ഈ യുദ്ധത്തിൽ 60-ലേറെ രാജ്യങ്ങൾ അണിനിരന്നിരുന്നു. രണ്ടാം ലോകയുദ്ധകാലത്ത് ജപ്പാന്റെ വളർച്ചയെ തടയുന്നതിനുവേണ്ടി ജപ്പാനിലെ ടോക്കിയോ നഗരത്തിന് നാശനഷ്ടങ്ങളുണ്ടാക്കുന്നതിനായി ഒരു പദ്ധതിക്ക് അമേരിക്കൻ സൈനിക സേന തയ്യാറെടുത്തിരുന്നു. ടോക്കിയോ നഗരം ബോംബ് വെച്ച് തകർക്കുക എന്നതായിരുന്നു അവരുടെ പദ്ധതി. ആ സമയത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റിനായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയായ എലീനർ റൂസ്വെൽറ്റിന്റെ സുഹൃത്തായിരുന്ന ലൈറ്റിൽ ആദംസ് എന്ന വ്യക്തിയുടെ ആശയമായിരുന്നു വവ്വാലുകളെ ഉപയോഗിച്ച് ബോംബാക്രമണം നടത്താം എന്നത്. ഈ ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ അമേരിക്കൻ സൈനിക സേന ഒരു പദ്ധതി തയ്യാറാക്കി. ഈ പദ്ധതിക്കുവേണ്ടി ലക്ഷക്കണക്കിന് വവ്വാലുകളെ ടോക്കിയോ നഗരത്തിലേക്ക് എത്തിക്കണമായിരുന്നു. അതിനുവേണ്ടി അവർ വിമാനമാർഗം ഉപയോഗിച്ചു വവ്വാലുകളെ അവിടേക്ക് എത്തിച്ചു. ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ പൊട്ടിത്തെറിക്കുന്ന ചെറിയ തരം ബോംബുകൾ വവ്വാലുകളുടെ ശരീരത്തിൽ ഘടിപ്പിച്ചാൽ ഈ വവ്വാലുകൾ കെട്ടിടങ്ങളിലും മറ്റും കയറിപ്പറ്റുമെന്നും ബോംബുകൾ പൊട്ടിത്തെറിച്ച് ടോക്കിയോയിലെ കെട്ടിടങ്ങളും ജീവജാലങ്ങളുമൊക്കെ നശിക്കുമെന്നായിരുന്നു അവരുടെ കണക്ക് കൂട്ട്. ഈ നഗരത്തിലെ കെട്ടിടങ്ങൾ എല്ലാം മരം കൊണ്ട് നിർമ്മിച്ചതായിരുന്നു. അതുകൊണ്ടുതന്നെ ഇങ്ങനെ വവ്വാലുകളെ അവിടേക്ക് വിട്ടാൽ എളുപ്പത്തിൽ ആ നഗരം നശിപ്പിക്കാം എന്നായിരുന്നു പദ്ധതി. ഈ ഒരു പദ്ധതിക്ക് അമേരിക്കൻ പ്രൊഫസർ ആയ ഡൊണാൾഡ് ഗ്രിഫിൻ പ്രാധാന്യം നൽകുകയും അദ്ദേഹത്തിന്റെ ഉപദേശപ്രകാരം അമേരിക്കൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് അംഗീകാരം നൽകുകയും ചെയ്തു. ഈ പദ്ധതി നടപ്പിലാക്കുന്നതിനു മുൻപ് അവർ ഇതൊന്നു പരീക്ഷിക്കാൻ തീരുമാനിച്ചിരുന്നു. ഇതിനുവേണ്ടി മെക്സിക്കൻ ഫ്രീ ടെയിൽ ബാറ്റ് എന്ന ഇനം വവ്വാലുകളെ അവർ പരീക്ഷണത്തിനായി തിരഞ്ഞെടുത്തു. അവയിൽ ടൈം ബോംബുകൾ വച്ച ശേഷം ഒരു വിജനമായ സ്ഥലത്തെ കെട്ടിടങ്ങളുടെ മുകളിലേക്ക് കൊണ്ടുപോയി വിട്ടു. എന്നാൽ ഇതുവരെ പ്ലാൻ ചെയ്ത പദ്ധതിക്ക് വിപരീതമായിരുന്നു അവരുടെ നീക്കം. അവർ നിശ്ചയിച്ച കെട്ടിടങ്ങളില്ല വവ്വാലുകൾ കയറിപ്പറ്റിയത്. അമേരിക്കയുടെ യുദ്ധോപകരണ നിർമ്മാണശാലയിലേക്കാണ് അവ കൂട്ടത്തോടെ പറന്നു ചെന്നത്. വളരെ കുറച്ച് സമയത്തിനുള്ളിൽ ബോംബുകൾ പൊട്ടിത്തെറിക്കുന്നതിനാൽ ബോംബുകൾ നിർവീര്യമാക്കാനോ വവ്വാലുകളെ അവിടെ നിന്നും നീക്കം ചെയ്യാനോ അവർക്ക് സാധിച്ചില്ല. സ്വന്തം ആയുധനിർമ്മാണശാല പൊട്ടിത്തകരുന്നത് നോക്കി നിൽക്കാനേ അവർക്ക് കഴിഞ്ഞുള്ളൂ. അങ്ങനെ വവ്വാൽ ബോംബ് പദ്ധതി അമേരിക്ക അവിടെ ഉപേക്ഷിക്കുകയായിരുന്നു.